എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. ഇന്നത്തെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെയും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. നമ്മുടെ ശാലിനി ഡിസൈറായി വീട്ടിൽ പോകുന്നതും അങ്ങനെ കുഞ്ഞുങ്ങളെ ശ്യാമയുടെ കാര്യം പറയുന്നു, അങ്ങനെ ശ്യാമയോട് സംസാരിക്കുന്നതും പിന്നീട് വിഷ്ണു വീട്ടിലെത്തിയിട്ട് സത്യഭാമയോട് ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ ഇതൊക്കെ കുറയ്ക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ വിഷ്ണുവിനെതിരെ നന്നായിട്ട് സത്യഭാമ പറയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ശാലിനിക്കെതിരെയും കുറ്റപ്പെടുത്തുന്നു. ശാലിനിയുടെ അവൾ ആരുടെ ഒരു കുഞ്ഞിനെയാണ് വളർത്തുന്നത്, അവൾ നീ എന്നിട്ട് അതിൻ്റെ തന്തയായി ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ ഈ പറഞ്ഞതിനൊക്കെ അമ്മ ഒരു നാൾ പശ്ചാത്തപിക്കേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് അങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിലൊക്കെ വിഷ്ണു പറയുകയാണ്. അപ്പോൾ സത്യഭാമ അതൊന്നും കേൾക്കുന്നില്ല. സത്യഭാമയ്ക്ക് ശരിക്കും സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാലിനി കുഞ്ഞുങ്ങളെയും കൊണ്ട്, നമ്മുടെ ചിപ്പിമോളെയും സത്യയും കൊണ്ട് നമ്മുടെ സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ്. സത്യഭാമയ്ക്ക് ചിപ്പിമോളെ പപ്പിമോളെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമാവുന്നു. കാരണം അവർ കുറേ ദിവസമായല്ലോ കാണാതിരിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നു, മോള് സത്യഭാമയെ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എല്ലാ സത്യഭാമയെ എന്ന് പറയുന്നു. അങ്ങനെ ശാലിനിയോട് സത്യഭാമ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരുടെ വായ ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ ശാരദ ടീച്ചറാണെങ്കിൽ സഹായവുമായി എത്തുന്നൊക്കെയുണ്ട്. അതൊന്നും സ്വീകരിക്കാൻ അവരുടെ മനസ്സ് കൂട്ടാക്കുന്നില്ല. കാരണം അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. പിന്നീട് നമ്മുടെ ശാലിനിയുടെ അടുത്ത് നമ്മുടെ വിഷ്ണു ലോറിയുമായി വരുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ ലോറിക്കരികിലേക്ക് നമ്മുടെ ശാലിനി ഇറങ്ങി ചെല്ലുന്നതും കെട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ ലോറിയുടെ അകത്ത് കയറിയിരിക്കുന്നതും അങ്ങനെ നല്ല പ്രണയ മുഹൂർത്തങ്ങളിലൂടെയൊക്കെയുള്ള എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.